ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സത്യദാസിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി. അപ്പോൾ ഭൂമി പറയുകയാണ്, എന്തിനാണ് സാർ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? സാർ ഇപ്പോൾ പറയുന്നുണ്ട് സാറിൻ്റെ മകളെ കാണാത്തതിലും ഭാര്യയെ കാണാത്തതിലും ഒക്കെയാണ് സങ്കടപ്പെട്ട് ഇങ്ങനെ കുടിക്കുന്നതെന്ന്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെയായ ആ ഭാര്യയും മകളും ഒരു പക്ഷേ തിരിച്ചു വന്നാലോ? തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും സാറിൻ്റെ അവസ്ഥ എന്താവും? ചിലപ്പോൾ കരൾ രോഗം പിടിക്കും, ചിലപ്പോൾ കിഡ്നിക്ക് അസുഖം വരും. അങ്ങനെ സാറ് രോഗിയായി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോടൊത്ത് ജീവിക്കാനായിട്ട് പറ്റുമോ? സാറിൻ്റെ സന്തോഷം അവരോട് പങ്കിടാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ സാർ. ഗവൺമെൻറ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും എന്ന് വിചാരിച്ച് നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് നശിക്കുന്നത് നമുക്കറിയാം, ഓരോരുത്തർക്കും അറിയാം. എന്നും അങ്ങനെ അറിഞ്ഞിട്ട് പോലും എന്തിനാണ് സാറേ ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് ഭൂമി. നീ പറഞ്ഞ വളരെയേറെ ശരി തന്നെയാണ്. നീ എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ശരിക്കും എൻ്റെ ആരാണ് മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞ ജന്മത്തിലേ ചിലപ്പോൾ ഞാൻ സാറിൻ്റെ മകളായിരിക്കും, അതുകൊണ്ടായിരിക്കും സാറിനെ ഇങ്ങനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല, അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്തിനാ മോളിപ്പോൾ വന്നത് എന്നെ കാണാൻ വേണ്ടി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. നാളെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അച്ഛൻ്റെ ദിവസം എന്ന് പറയാണ്. ആഹാ, കൊള്ളാലോ. കുറേ പേരെയൊക്കെ ക്ഷണമുണ്ട്, സാറിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പിന്നെ സാറേയും വിളിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് സാറെ ഞാൻ വിളിച്ചത്. സാറ് നാളെ ഉറപ്പായിട്ടും വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, എന്നെ വിളിക്കാനുള്ള കാരണം എന്താ? ഇത് മോളുടെ ആഗ്രഹമാണോ അല്ലെങ്കിൽ മോളുടെ അച്ഛൻ്റെ ആഗ്രഹമാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല സാർ, ഇതെൻ്റെ ആഗ്രഹം തന്നെയാണെന്ന് പറയാം. സാറ് വരൂലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും മോളെ, ഇത് പ്രോമിസ് എന്നും പറഞ്ഞുകൊണ്ട് സത്യദാസ് ഭൂമിയുടെ കയ്യിൽ പ്രോമിസ് കൊടുക്കുക. അങ്ങനെ ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. അന്ന് രാത്രി അപ്പോൾ മോളെ സത്യദാസിനെ വിളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചു. അച്ഛന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊന്നുമില്ല. പിന്നെ കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറേ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ എൻ്റെ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഞാൻ സാറിൻ്റെ മകളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഉപദേശിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്യുതൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ നീയാണ് മോളെ അയാളുടെ മകള് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. എന്താ അച്ഛാ ആലോചിക്കുന്നത്? ഒന്നും ആലോചിച്ചില്ല, കഴിഞ്ഞ ജന്മനെ ആലോചിച്ചാണ്. മനസ്സിലായി അച്ഛാ, എങ്കിൽ വാ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ടേബിളിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയും അച്ഛനും മകളും കൂടി ഇരിക്കുകയാണ്. മകൾക്ക് അച്ഛനും അമ്മയും വിളമ്പി കൊടുക്കുകയാണ്. ഇനി നിങ്ങളും ഇരിക്കുക, വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്യുതൻ ഇവിടെ സംസാരിക്കുകയാണ്, മോളെ ഈ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ, ഈ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ബൈബിൾ വചനമാണ് ഓർമ്മ വരുന്നത് എന്ന് പറയുകയാണ്. എന്താ അച്ഛാ? അല്ല, അവസാനത്തെ അത്താഴം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭൂമിയുടെ കണ്ണുകൾ നിറയുകയാണ്. ഭൂമി ചാടി അവിടെ നിന്ന് അടിക്കുക. എന്നിട്ട് അച്ഛനോട് ചോദിക്കണം, എന്താ അച്ഛാ? അച്ഛൻ എന്താ പറഞ്ഞത്? അവസാനത്തെ അത്താഴം എന്നല്ലേ? മനസ്സിലായ അച്ഛാ? എൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് അച്ഛൻ അങ്ങനെ പറയണം അല്ലേ? അച്ഛാ, അവസാനത്തെ അത്താഴമല്ലേ അച്ഛാ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ എവിടെ പോവാ? അപ്പോൾ ഇനി നമ്മളിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അയ്യോ മോളെ, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, അച്ഛന് അങ്ങനെയൊന്നും മനസ്സിൽ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, അങ്ങനെയൊന്നും അച്ഛൻ്റെ മനസ്സിൽ ഇനി തോന്നേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അയ്യോ ഇല്ലടാ, അച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ക്ഷമാരോപണം അവിടെ നടത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ് നമ്മുടെ ഭൂമി അതിസുന്ദരിയായിട്ട് ഒരുങ്ങുന്ന ആ ശ്രമം. പഴയ കാലമൊക്കെ കാണിക്കുകയാണ്, ഭൂമിയുടെ ചെറുപ്രായമൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ആ കൗമാരപ്രായത്തിലെത്തിയ ഭൂമി അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായ ധാവണിയെ കൊടുത്ത് നേരെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. ഇവർ എൻ്റെ മോള് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ സുന്ദരിയാണല്ലേ? മോള് സുന്ദരി തന്നെയാണ്. ഏതായാലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതേ സൗന്ദര്യം തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ സുന്ദരിയാവില്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പന്തൽ ഒരുങ്ങുകയാണ്. കുറേ അയൽവാസികളൊക്കെ വന്ന് കൂടുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഭൂമി പറയണം, ഇനി എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുക്കണം, സുന്ദരനായിട്ട് തന്നെ ഒരുക്കണം. അതിനു വേണ്ടിയാണ് ഭൂമി ഇനി തയ്യാറെടുത്തിരിക്കുക. എന്നിട്ട് പറയണം, എല്ലാവരുടെ മുന്നിൽ പറയണം, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഭൂലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയാണെന്ന് എനിക്കെല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയണമെന്നും ഭൂമി പറയുക. ഇത് കേട്ട
നമ്മുടെ അംബികയ്ക്ക് ഭയങ്കരമായിട്ടും സങ്കടം ഇങ്ങനെ വന്ന് കുതിച്ചുയരുകയാണ്. അങ്ങനെ ആ ഈ ഫംഗ്ഷൻ പന്തലൊക്കെ ഒരുങ്ങി ബാക്കിയുള്ളവരൊക്കെ വരികയാണ്. അപ്പം മുത്തശ്ശിയൊക്കെ വരികയാണ്. മുത്തശ്ശിയെ നമ്മുടെ അച്യുതൻ സ്വീകരിക്കുകയാണ്. വാ ഭൂമി പറഞ്ഞായിരുന്നു മുത്തശ്ശിയൊക്കെ വരുമെന്ന്, ഭൂമിയുടെ മുത്തശ്ശി വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ക്ഷണിക്കുകയാണ്. ഭൂമി ഓടി എത്തുകയാണ്. വാ മുത്തശ്ശി, വാ അങ്കിളെ ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും ക്ഷണിച്ച് അങ്ങനെ ഇരുത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അജയ് സാറും വരികയാണ്. സാറ് വന്നല്ലോ സാറേ, വാ കയറി വാ. എന്താ ഭൂമി, ഫംഗ്ഷൻ തുടങ്ങി? ഇല്ല സാറേ, സാറ് കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത്. സാറ് ഏതായാലും വന്നല്ലോ. ഞാൻ സാറിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വരുമെന്ന് പറഞ്ഞെങ്കിലും സാറ് അതെല്ലാം തള്ളിക്കളയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം മറന്ന് സാറ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. എന്നാലും ഭൂമി വിളിച്ചതല്ലേ, എനിക്ക് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ ഭൂമി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ അജയും അവിടെ വന്നിരിക്കുക. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ അച്യുതൻ സത്യദാസിനെ കാണുകയാണ്. അപ്പോൾ സത്യൻ സാറ്, വാ സാറേ, വന്നിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭൂമി എവിടെ? ഭൂമിയുണ്ട് സാറേ ഇവിടെ, ഇപ്പോൾ വരുമോ അവള് എന്ന് പറയാം. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും വന്നു. അങ്ങനെ നമ്മുടെ അച്യുതൻ നേരെ അംബികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അംബിക ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അംബിക നീ കരയല്ലേ, നമ്മുടെ മോൾക്ക് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. അച്ചുവേട്ടാ, എനിക്ക് തോന്നുന്നില്ല അച്ചുവേട്ടാ, ഭൂമി നമ്മളെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചുവേട്ടൻ പറയും ഞാൻ നിൻ്റെ അച്ഛനല്ല, ഇന്ന ആളാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് വല്ലാത്ത ഷോക്കായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരെയും മറന്നിട്ട് അവൾ പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ചുവേട്ടാ. അവൾ അത്രയ്ക്കും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇത്രയും വർഷക്കാലം നമ്മളോടൊപ്പം അല്ലേ അവൾ ജീവിച്ചത്. അപ്പം നമ്മളെ മറന്നുകൊണ്ട് ഒരു പുതിയൊരു അച്ഛനെ കാണുമ്പോഴേക്കും അങ്ങോട്ട് ചായോ അവൾ? ഒരിക്കലും ഇല്ല അച്ചുവേട്ടാ. പക്ഷേ എനിക്കറിയാം അത്. പക്ഷെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവളെ സ്വന്തം അച്ഛൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിടണം. അതാണ് വേണ്ടത് എന്ന് പറയാം. ഏതായാലും വാ, പെട്ടെന്ന് ഒരുങ്ങ്, നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാനുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വലിയ പന്തലും ആൾക്കാരും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 2 അയൽവാസികളുണ്ടല്ലോ, കുശുമ്പ് മൂത്ത 2 അയൽവാസികൾ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കണത് എന്തിനാണ് ഒരു ഫാദേഴ്സ് ഡേ നടത്താൻ വേണ്ടി ഇത്രയും വലിയ പന്തലൊക്കെ കെട്ടി ഇവർ ഇത്രയും ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? അതെ, നീ പറഞ്ഞ സത്യം തന്നെയാടേ. നിനക്ക് എങ്ങനെയെങ്കിലും ഈ ഫംഗ്ഷൻ മുടക്കാനായിട്ട് സാധിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാ മുടക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ ഫാദേഴ്സ് ഡേ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നടത്തണം. അതിന് നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറേ നാളായില്ലേ? എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? നടത്താൻ പാടില്ലേ? എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു സാധനം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ എല്ലാവരും സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഭൂമി വരികയാണ്. ഭൂമിയുടെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുകയാണ്, ഇന്നിവിടെ എൻ്റെ മോളുടെ ആഗ്രഹമാണ് ഒരു ഫാദേഴ്സ് ഡേ പ്രോഗ്രാം നടത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വിളക്ക് കത്തിച്ച് ആ ഒരു ഉദ്ഘാടനം നടത്താനായിട്ട് ഞങ്ങൾ സത്യൻ സാറെ വിളിക്കുകയാണെന്നും പറയുകയാണ്. ഇത് കേട്ട സത്യനാകെ ഞെട്ടിപ്പോണേ, ഞാനോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണം, അവരുടെ ആഗ്രഹമല്ലേ മോനെ, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ സത്യദാസ് ഒന്നും ആലോചിക്കാതെ ചിരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി ചെന്ന് ആ വിളക്ക് കത്തിക്കുക. സത്യദാസിന് വളരെയേറെ സന്തോഷം തോന്നി. അങ്ങനെ സത്യദാസ് വീണ്ടും ഇരുന്ന സ്ഥലത്ത് തന്നെ പോയിരിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഫാദേഴ്സ് ഡേ, അതെ അച്ഛൻ്റെ ദിവസം എൻ്റെ ഭൂമി മോൾക്കുള്ളത് തന്നെയാണ്. അവൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചില സത്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും, ഭൂമിയാണെങ്കിൽ അതിലേറെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്യുതൻ പറയാണ്, അതെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഈ ഭൂമി, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഭൂമി ഞങ്ങളുടെ സ്വന്തം മകളാണെന്നല്ലേ? പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റി. ഭൂമി എൻ്റെ സ്വന്തം മകളല്ല. ഇത് കേട്ട ഭൂമി ഞെട്ടിപ്പോവാണ്. നമ്മുടെ അംബിക ഇരുന്ന് കരയാണ്. ആ കൂടിരുന്ന ജനങ്ങൾ മുഴുവനും ഞെട്ടിപ്പോവാണ്. അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭൂമി ഞങ്ങളുടെ മകളല്ല. അപ്പോൾ ഭൂമി ഓടിച്ചെന്ന് അംബികയോട് പറഞ്ഞു, അമ്മേ ഇതെന്തമ്മേ അച്ഛൻ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താമ്മ ഈ പറയുന്നത്? അപ്പോൾ അമ്മയുടെ ആ കരച്ചിൽ കണ്ടപ്പോഴും മനസ്സിലായി അച്ഛൻ പറയുന്ന സത്യമെന്ന്. ഭൂമിയെ ഞങ്ങൾക്ക് കിട്ടിയത് തെരുവിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയുകയാണ്. ഇത് കേട്ട ഭൂമി ആകെ തളർന്നു പോവാണ്. എല്ലാവരും ആകെ അമ്പരം നിൽക്കുകയാണ്. അതെ, ഇനി ഞങ്ങളുടെ ആവശ്യം ഭൂമിയുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തത്. ആ ഒരു ചടങ്ങ് ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഭൂമിയുടെ സ്വന്തം അച്ഛനെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഈ
അച്യുതൻ്റെ ഫോട്ടോയിലാണ് ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ആ അച്യുതൻ ആ ഫോട്ടോ തിരിച്ച് കമഴ്ത്തി ഇടുകയാണ്. അപ്പോഴേക്കും അതിൽ വന്നിരുന്നത് സത്യദാസിൻ്റെ ഫോട്ടോയും ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് അടിയിലും എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട സത്യദാസും കുടുംബവും ആകെ ഞെട്ടിപ്പോവാണ്. വല്ലാത്തൊരവസ്ഥ. ഭൂമി ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെ, സത്യദാസ് സാറിൻ്റെ മകളാണ് ഭൂമി. ഇവിടെ ഞാൻ പറയുകയാണ്. ഇതൊന്നും ഇവർ കണ്ണും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ മാധവനും സന്തോഷം തോന്നി. മാധവൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം, മുത്തശ്ശിക്കും വളരെ സന്തോഷം. ഇത്രയും വർഷം കാണാതെ പോയ തൻ്റെ കൊച്ചുമോള് തനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് സത്യദാസ് അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. ഭൂമിയും ചോദിക്കുകയാണ്, എന്താ ചെയ് പറയുന്നത് ചോദിച്ചപ്പോഴേക്കും അതേ മോളെ, നിന്റെ അച്ഛൻ സത്യദാസ് സാറാണെന്നും പറയുകയാണ്. അങ്ങനെ ഭൂമി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. വളരെയേറെ സങ്കടപ്പെട്ട് മനം നൊന്തി നേരെ സത്യദാസിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. സത്യദാസിൻ്റെ അരികിലേക്ക് എത്തിയിട്ട് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. സത്യദാസ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പോൾ അജയ്ക്കും ഇത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ നമ്മുടെ അംബികയും അതേപോലെ തന്നെ സത്യദാസും ഈ അച്യുതനും കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് കരയാ. തൻ്റെ മകൾ തനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ഇനി തിരിച്ചു കിട്ടില്ലെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ തന്നെ തൻ്റെ കൊച്ചുമോളെയും അതേപോലെ തന്നെ തൻ്റെ മകളെയും ചേർത്ത് പിടിച്ച് ഈ കുടുംബം അവിടെ നിന്ന് പടിയിറങ്ങിയാണ്. ഭൂമി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരോടൊപ്പം പടിയിറങ്ങുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.